കോഴിക്കോട് കക്കയം ഡാം തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി. അതുകൊണ്ടാണ് തുറന്നത്. കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രാഹുൽ കെ വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഇപ്പോൾ ഈ കക്കയം ഡാം തുറന്നാൽ ഏതൊക്കെ പ്രദേശങ്ങളിലേക്കാണ് ഇതിൻ്റെ ഒരു ഇഫക്റ്റ് വരാൻ സാധ്യത? എത്ര ഭാഗങ്ങളിലുള്ളവർ ഒരു മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്? അതായത് നിലവിൽ കക്കയം ഡാമിന്റെ ഇവിടെ സ്പിൽവേ ഷട്ടറുകളാണ്. അതിൽ 2 ഉയർത്തിയിട്ടുള്ളത്. കാലടി വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. കുറ്റ്യാടി പുഴയുടെ ഇരു തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആളുകൾ ആരും തന്നെയും പുഴകളിലേക്ക് ഇറങ്ങരുത്, താഴ്ന്ന മേഖലകളിലേക്ക് ഇറങ്ങരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ വൃഷ്ടിപ്രദേശത്ത്, ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴയാണ് പെയ്തത്. തുടർന്ന് നീരൊഴുക്ക് ഡാമിലേക്ക് അത്രയും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ആദ്യമേ ബ്ലൂ അലേർട്ട്, പിന്നീട് ഓറഞ്ച്, അതിനുശേഷം റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് ഡാം തുറക്കുകയും ചെയ്യുന്നത്. ഈ റെഡ് അലേർട്ട് നിരപ്പായ 757.5, അതായത് 757 അരയടി 757.5 മീറ്ററിന് മുകളിൽ ജലനിരപ്പ് എത്തിയതോടുകൂടിയാണ് വെള്ളം തുറന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത്. 52 ക്യൂബിക് മീറ്റർ മുതൽ 250 ക്യൂബിക് മീറ്റർ വരെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏതായാലും താഴ്ന്ന മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കൃത്യമായ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനകം തന്നെ വെള്ളം ശക്തമായ മഴ പെയ്ത് താഴ്ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം ഉൾപ്പെടെ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ആ ഒരു ദുരിതം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീരൊഴുക്ക് കൂടിയാൽ, അതായത് വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്ത് നീരൊഴുക്ക് കൂടിയാൽ ഉയർത്തിയ ഈ ഷട്ടറിന്റെ ഉയരം എന്നത് വീണ്ടും കൂട്ടും. കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്നുകൂടിയാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്. ജനങ്ങൾ കൃത്യമായി അത് പാലിക്കേണ്ടതായിട്ടുണ്ട്.